നമസ്കാരം. 3 കോടി നൽകിയാൽ മന്ത്രിയാക്കാമെന്ന എലത്തൂർ MLA വിദ്യാ ബാലകൃഷ്ണന് വന്ന ഫോൺ കോളിൽ ദുരൂഹത. ഡൽഹിയിലെ പ്രിയങ്ക ഗാന്ധിയുടെ ഓഫീസിൽ നിന്നും എന്ന് പറഞ്ഞാണ് ഫോൺ വന്നത്. 3 കോടി ഓഫർ വന്നപ്പോൾ വിദ്യാ ബാലകൃഷ്ണൻ അവരോട് വിശദമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭാഷണത്തിൽ പന്തികേട് തോന്നിയപ്പോഴാണ് വിദ്യ ഇക്കാര്യം DCC നേതൃത്വത്തെ അറിയിച്ചത്. വിദ്യയുടെ പരാതി സിറ്റി പോലീസ് കമ്മീഷണർക്ക് വന്നതോടെ ഈ പരാതിയിൽ സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൾമാറാട്ടം നടത്തി വഞ്ചിക്കാൻ ശ്രമിച്ചതിനും IT നിയമത്തിലെ 66D വകുപ്പ് പ്രകാരവുമാണ് കേസ്. കോഴിക്കോട് സിറ്റി പോലീസിലെ സൈബർ ക്രൈം അസിസ്റ്റന്റ് കമ്മീഷണർ SM പ്രദീപ് കുമാറിനാണ് ഈ കേസിലെ അന്വേഷണ ചുമതല. ഡൽഹി സിമ്മിൽ നിന്നുമാണ് അന്വേഷണം വന്നത് എന്നതിനാൽ ഡൽഹിയിലേക്ക് അന്വേഷണത്തിന് തിരിക്കുകയാണ് അന്വേഷണ സംഘം. ഫോൺ കോളുമായി ബന്ധപ്പെട്ട് ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധി MPയുടെ ഡൽഹി ഓഫീസിലെ രാജ്കുമാർ ആണെന്ന് പറഞ്ഞാണ് വിളിച്ചത്. ജില്ലയിലെ ഒരു MP-യാണ് ഫോൺ നമ്പർ തന്നതെന്നും പറഞ്ഞത്. ഇംഗ്ലീഷിലായിരുന്നു ഈ സംസാരം മുഴുവൻ. കോഴിക്കോട് ഈ സംഭാഷണം ചർച്ചയായതോടെ DCC നേതൃത്വം പാർട്ടി ആസ്ഥാനമായും പ്രിയങ്കയുടെ ഓഫീസുമായി ബന്ധപ്പെട്ടു. ഓഫീസിൽ നിന്ന് ഫോൺ വിളി ഉണ്ടായിട്ടില്ലെന്ന് സ്ഥിരീകരിച്ചതോടെയാണ് സൈബർ സെല്ലിൽ പരാതി നൽകിയത്. സംഭവം പ്രിയങ്ക ഗാന്ധിയുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ വിദ്യയുടെ ഫോണിലേക്ക് യഥാർത്ഥ രാജ്കുമാറിൻ്റെ ശബ്ദ സന്ദേശം അയച്ചു നൽകി. 2 ശബ്ദവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് വിദ്യ സ്ഥിരീകരിച്ചതോടെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ AP ഷൗക്കത്ത് അലിക്ക് വിദ്യ തന്നെ നേരിട്ട് പരാതി നൽകിയത്. സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് DCC നേതൃത്വം ആരോപിക്കുന്നത്. ഇതിൻ്റെ ഉള്ളുകള്ളികൾ പോലീസ് അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുമെന്നും ജില്ലാ നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. UDF ഭരണം തുടങ്ങി 1 മാസം കഴിഞ്ഞെങ്കിലും മന്ത്രിമാർ ആരും പ്രതീക്ഷിച്ച രീതിയിൽ ഉയരുന്നില്ലെന്ന് പാർട്ടിയിൽ സംസാരമുണ്ട്. സതീഷിനും ചെന്നിത്തലയും ഒഴിച്ചു നിർത്തിയാൽ പ്രകടനത്തിൽ കോൺഗ്രസ് മന്ത്രിമാർ പിന്നോക്കമാണെന്നും വിലയിരുത്തലുണ്ട്. മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണിക്ക് സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ കണക്കുകൂട്ടുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് വിദ്യാ ബാലകൃഷ്ണന് പ്രിയങ്കയുടെ ഓഫീസിൽ നിന്നും എന്ന് പറഞ്ഞ് ഫോൺ വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് DCC നേതൃത്വം ആവശ്യപ്പെടുന്നതും. ഇടതുമുന്നണിയുടെ കുത്തക സീറ്റായിരുന്നു എലത്തൂർ. NCPയുടെ ശശീന്ദ്രനായിരുന്നു ഇവിടെ നിന്നും വിജയിച്ചത്. ഈ സീറ്റാണ് വിദ്യാ ബാലകൃഷ്ണൻ ഇക്കുറി പിടിച്ചെടുത്തത്. ഇതേ വിദ്യയ്ക്ക് തന്നെയാണ് മന്ത്രിസ്ഥാന ഓഫർ വന്നിരിക്കുന്നത്. ഇതിലെ ദുരൂഹത നീങ്ങുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.